ഹലോ, ഒരു ലോങ് ടൈമിന് ശേഷം I want to clean my space. This is my shelf and this is my desk. Not aesthetic, just real. 2-3 days മുന്നേ ബെഡൊക്കെ അറേഞ്ച് ചെയ്തപ്പോൾ എൻ്റെ സ്റ്റഡി സ്പേസ് ബിക്കം മോർ മെസ്. ജസ്റ്റ് 2 months ആയിട്ടുള്ളൂ ഈ സ്റ്റഡി ഷെൽഫ് അച്ഛനും അമ്മയും മേടിച്ചു തന്നിട്ട്. ഇപ്പം ഇതിൻ്റെ കോലം ഇങ്ങനെയാണ്. ഇത് ഇത്രയും മെസ്സാവുള്ള റീസൺ ഞാൻ തന്നെയാണ്. ചിലപ്പോഴൊക്കെ ഫീൽ ചെയ്യും എൻ്റെ റൂം അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ശരിയല്ല, ഇത് അവിടെ കൊണ്ടിടാം, ഇതിവിടെ കൊണ്ടിടാം, ബെഡെല്ലാം ഒന്നുകൂടി പ്രോപ്പറായിട്ട് ഓർഡർ ചെയ്തിടാം എന്നൊക്കെ. പിന്നെ അതെല്ലാം ഓർഡർ ചെയ്തിടുമ്പോൾ എൻ്റെ സ്റ്റഡി സ്പേസ് ഇങ്ങനെയായി. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ എൻ്റെ പഠിത്തം. ഒന്നും ഒരു രീതിയിലും പ്രോപ്പറല്ല. ചിലപ്പോഴൊക്കെ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ഞാൻ തന്നെ മതി, പക്ഷെ ചില സമയങ്ങളിൽ ആ മോട്ടിവേഷൻ ഞാൻ തന്നെ കൊടുക്കാറില്ല. ഈ ഒരു ബുക്ക് ഷെൽഫ് ക്ലീൻ ചെയ്യുമ്പോഴാണ് പല ബുക്സും കവറിൽ നിന്ന് ഞാൻ പൊട്ടിക്കുന്നത്. ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ ടൈമിൽ ബുക്സ് തന്നെങ്കിലും റിസീവ് ചെയ്ത് വയ്ക്കും, പക്ഷേ പഠിക്കാത്തതുകൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്യാറില്ല. ഈ ഒരു റുട്ടീനും എല്ലാം എനിക്ക് മാറ്റണം. ചില ദിവസങ്ങളിൽ എനിക്ക് പഠിക്കാൻ തോന്നും, ചില ദിവസങ്ങളിൽ അതിലേറെ മടിച്ചായിട്ടിരിക്കും. ഈ വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്ന മെയിൻ ഇൻറ്റൻഷൻ എനിക്ക് തന്നെ മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യാനാണ്. ആ എൻ്റെ ഷെൽഫ് ഞാൻ പുറത്തോട്ട് എടുത്തിട്ടു, എന്നിട്ട് ഓരോ ബുക്സ് ഓരോരോ നമ്പർ അനുസരിച്ച് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൺവീനിയൻസിന് എടുക്കാൻ രീതിയിലാണ് ഞാൻ ബുക്സ് അറേഞ്ച് ചെയ്യുന്നത്. ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് വയ്ക്കുമ്പോൾ യൂസ്ഫുൾ അല്ലാത്ത വൈറ്റ് പേപ്പേഴ്സൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചായിരുന്നു, അതെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതൊരു വലിയ ബർഡനായിട്ട് എനിക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ തുടച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഈ ഫോട്ടോ ഫ്രെയിം എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് അവൾ. ഞാൻ ഒരുപാട് ലേസി ആയിരിക്കുമ്പോൾ എനിക്കിഷ്ടമാണ് ഇതുപോലെ ഏറ്റവും മെസ്സായി കിടക്കുന്ന ഒരു സ്ഥലങ്ങൾ അറേഞ്ച് ചെയ്ത് വയ്ക്കൽ. ഞാനിപ്പോൾ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്ന ഒന്നും പെർമനൻ്റ് അല്ല, ഇതിലേറെ മെസ്സാക്കാനും എനിക്ക് പറ്റാറുണ്ട്. ഓരോ ബുക്സും എടുത്ത് വയ്ക്കുമ്പോഴും ഞാൻ റിയലൈസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഈ ബുക്സിൻ്റെയൊക്കെ വോളിയം. ഈ ഫസ്റ്റ് 2 റോസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് റോല് എൻ്റെ ടെക്സ്റ്റ് ബുക്സ് ആണെങ്കിൽ സെക്കൻഡ് റോല് എൻ്റെ സ്റ്റഡി മെറ്റീരിയലും വർക്ക് ബുക്കൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ക്ലീൻ ആക്കുമ്പോഴും സ്റ്റിൽ ഓപ്പൺ ചെയ്യാത്ത ഒരുപാട് ബുക്സ് ഞാൻ കണ്ടെത്തുന്നുണ്ട്. ഫസ്റ്റ് 2 റോസ് മാത്രമേ എൻ്റെ ഉള്ളൂ. 3rd റോ അനിയനും 4th റോയിലും ഞങ്ങളുടെ കുറച്ച് സാനിറ്ററി ഐറ്റംസാണ് വെച്ചിരിക്കുന്നത്. ആ 2 റോസ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ക്ലീനിങ് വന്നത് ഈ ടേബിളിലാണ്. അവിടെ കുഞ്ഞിൻ്റെയും ചേച്ചിൻ്റെയും കുറേ ഐറ്റംസ് ഡിസോർഡർ ആയിട്ട് വെച്ചേക്കായിരുന്നു. ഈ ഒരു പ്ലേസ് അറേഞ്ച് ചെയ്ത് വന്നപ്പോൾ ഒരു ലാപ്ടോപ്പും ഒരു ചെറിയ ലാമ്പും അതിൻ്റെ ചാർജറും മാത്രമായി അവിടെ. പിന്നീട് ആ ചാർജറും ഞാൻ മാറ്റി വെച്ചു. ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത ഒരു ക്ലീനിങ് ആയിരുന്നു ഈ സ്കെച്ച് പെൻ ഏതൊക്കെ തെളിയുന്നുണ്ട് ഏതൊക്കെ തെളിയുന്നില്ല എന്ന് കണ്ടെത്തൽ. അനിയന് വരയ്ക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് വരയെല്ലാം കഴിഞ്ഞ് അവൻ ഉള്ളതും ഇല്ലാത്തതും ആ മഗ്ഗിലിട്ട് വയ്ക്കും. പിന്നെ അതിൽ നിന്ന് കണ്ടെത്തൽ ടു ഡിഫിക്കൽട്ട്. ആദ്യമൊക്കെ സ്കെച്ച് പെന്നും ക്രയോൺസൊക്കെ ഇവിടെ വെച്ചെങ്കിലും പിന്നീട് എനിക്ക് തോന്നി ഇതൊന്നും നിലത്ത് വയ്ക്കണേക്കാളും ഇത്തിരി പൊക്കത്ത് വയ്ക്കണതാണ് ബെറ്റർന്ന്. എസെൻഷ്യലായി യൂസ് ചെയ്യുന്ന ക്രയോൺസും പെന്നും ഹൈലൈറ്റേഴ്സും സ്കെച്ച് പെന്നും ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ ഡെയിലി യൂസിന് ഉപയോഗിക്കാത്ത ചില കാര്യങ്ങൾ അടിയിലും ഞാൻ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ എൻ്റെ നെക്സ്റ്റ് ശ്രദ്ധ പോയത് ഇവിടെ ഉണ്ടായ കുറച്ച് ഫയൽസൊക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കാനാണ്. പിന്നെ ഈ സ്റ്റഡി ടേബിളിൻ്റെ ഈ ഷെൽഫിൽ എൻ്റെ കുറച്ച് നോട്ട്ബുക്സൊക്കെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വന്നപ്പോൾ ഏറെക്കുറെ എൻ്റെ ക്ലീനിങ് കംപ്ലീറ്റ് ആയെന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്തു. ലാസ്റ്റ് ലാപ്പിൻ്റെ ഒരു ചാർജർ ഉണ്ടായിരുന്നു, അത് ഞാൻ ബാഗിൻ്റെ സൈഡിൽ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും അതിൻ്റേതായ അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് വന്നപ്പോൾ ഒരു സ്മോൾ മേക്ക് ഓവർ ഇവിടെ വന്നിട്ടുണ്ട്. ദിസ് ഈസ് മൈ സ്മോൾ റീസ്റ്റാർട്ട്, ക്ലീൻ സ്പേസ്, ക്ലിയർ മൈൻഡ്.